ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്വിറ്റ്സർലാൻഡിൽ റിട്ടേൺ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫുഡ് ഫെസ്റ്റ്, സ്ട്രീറ്റ് ഫുഡ് കൊണ്ട് പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ തട്ടുകട സെറ്റപ്പ് പോലത്തെ പരിപാടി പ്രോഗ്രാം പോലെ അറേഞ്ച് ചെയ്യണ പോലെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നടന്നു പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓരോ ഏരിയയിലൊന്നും ഫോക്കസ് ചെയ്തെടുത്തില്ല, കാരണം ഒന്നാമത് അവർക്ക് അത് വലിയ താല്പര്യമാവില്ല. നമ്മളൊന്നും അത് അവരുടെ ഷോപ്പിൽ നിന്നും വാങ്ങണമില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കാര്യമായിട്ട് എടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ഓടിച്ച് കണ്ടു. പല കൺട്രീസിലത്തെ പല കോണ്ടിനെൻറ്റിലത്തെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടോളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് സ്വിറ്റ്സർലാൻഡിലെ മെയിൻ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നമ്മളിനി ട്രെയിൻ കയറിയിട്ട് വേണം എയർപോർട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ട്രെയിനെല്ലാം വരുന്നത്. മേലുള്ള ട്രെയിൻ വേറെ സിറ്റി ടു സിറ്റി പോകുന്ന ട്രെയിനുകളും, എയർപോർട്ടിലേക്ക് മാത്രം ഓടുന്നത് താഴെ മെട്രോ എന്ന് പറഞ്ഞ് താഴത്താണ് ഓടുന്നത്. ഇവിടെ ഈ കാണുന്ന റെഡ് കളറിലാണ് സ്വിറ്റ്സർലാൻഡ്. പൊതുവേ എല്ലാം ഒരു റെഡിഷ് മയാണ്. അവരുടെ നാഷണൽ കരിയർ ഫ്ലൈറ്റ് ആണെങ്കിലും എല്ലാം ഒരു റെഡിഷ് കളറാണ്. ഇവിടെ ഇപ്പുറത്ത് കണ്ട നിങ്ങൾ ഡബിൾ ടെക്കർ ട്രെയിൻ എന്നെല്ലാം പറഞ്ഞാൽ മേലെയും താഴെയുള്ളത് എല്ലാം ഇരിക്കുന്ന കോച്ചുകളാണ്. കിടക്കുന്ന കോച്ചുകൾ ഞാൻ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആകെ തിരക്കാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നമ്മൾ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുക.
അത് നമ്മളിൽ കയറിയിരിക്കുക. ഉള്ളെല്ലാം ഭയങ്കര നീറ്റാണ്, ഒരു വൃത്തികേട് പേപ്പറിൻ്റെ ഒരു പീസ് പോലും ഇല്ല. സീറ്റുകളൊക്കെ അടിപൊളി. സീറ്റ് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. അത്രയും നല്ല രീതിയിൽ പൊടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സാധാ ഒരു കോച്ചാണ് കേട്ടോ, ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ നോർമലി ഇവർക്ക് ഒന്നും AC ഇടുന്ന ആവശ്യമില്ലല്ലോ, പൊതുവേ തണുപ്പായതുകൊണ്ട്. കൂളിങ്ങിന് വേണ്ടിയിട്ട് ഹീറ്റിങ്ങിനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ട്രെയിൻ എടുത്തു. അപ്പോൾ നമ്മൾ ട്രെയിൻ എടുത്തിട്ട് നമ്മളിനി നേരെ എയർപോർട്ടാണ് പിടിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് എയർപോർട്ടിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മളങ്ങനെ സൂരിച്ച് എയർപോർട്ട് എത്തി. ഇവിടെ നിന്നാണ് നമുക്ക് ഇനി അടുത്ത ഫ്ലൈറ്റ് ജർമ്മനിക്കുള്ളത്. ഈ കാണുന്നതാണ് സൂരിച്ചിലുള്ള ഡ്യൂട്ടി ഫ്രീ. ഡ്യൂട്ടി ഫ്രീ അങ്ങനെ ഇത് കഴിഞ്ഞാൽ പല ഷോപ്പുകളുണ്ട്. മൊത്തം മേലത്തെ ഫ്ലോർ മൊത്തം പർച്ചേസിങ്ങിനുള്ളും, അടിയിലാണ് റെസ്റ്റോറൻറ്റ് ഫുഡ് കോർട്ട് പോലെ കൊടുത്തിരിക്കണൊക്കെ. അപ്പോൾ ഈ കാണുന്ന ഇതിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ട് വേണം, യൂറോവിങ് എന്ന് പറഞ്ഞ ഒരു എയർലൈനാണ്, അതിൽ കയറിയിട്ട് വേണം നമ്മൾ ഇവിടുന്ന് ഹാംബർഗ് അതായത് ജർമ്മനിക്ക് പോകാൻ. അപ്പോൾ നമുക്ക് സൂരിച്ച് എയർപോർട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചിട്ടൊന്ന് കാണാം. അങ്ങനെ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒരു ഡ്യൂട്ടി ഫ്രീയുടെ ഉള്ളിൽ കയറി നോക്കി എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഒരു വാളിൽ മൊത്തം ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. സ്വിസ് പിന്നെ ടിസോട്ട് വാച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ ഭയങ്കര ടൈമിങ്ങിന് ഭയങ്കര ഇതാണ്, ക്ലോക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ് ഇവരുടെ. അപ്പോൾ അവരുടെ ആ ഷോപ്പിൻ്റെ ഉള്ളിലെ കൺട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത സാധനങ്ങൾ മാത്രമാണ് മൊത്തത്തിൽ വെച്ചിരിക്കുന്നത്. എല്ലാത്തിനും നമ്മൾ നാട്ടിലത്തെ പൈസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല തീ പിടിച്ച വിലയാണ്. ഇവിടെ പണിയെടുത്ത് ഇവിടെ ശമ്പളം വാങ്ങുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ലാത്ത പക്ഷം നമുക്ക് ഇതൊക്കെ 3-4 ഇരട്ടിയാണ്. പിന്നെ കുറേ പ്രൊഡക്റ്റുകളൊക്കെ ആ ബൊമ്മകളൊക്കെ ചൈനയിൽ നിന്ന് വന്ന ഇതാണ്, മെയ്ഡ് ഇൻ ചൈനയാണ് ഇരിക്കുന്ന ടാഗ്. പിന്നെ പ്രൈസിങ് നോക്കുമ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ പ്രൈസുമാണ്. അപ്പോൾ പിന്നെ നമ്മളത് വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഓരോ കീ ചെയിൻ കാര്യങ്ങളും അതും ചെറിയ പാവകളേനൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഫിനിഷിങ്ങും കാര്യങ്ങളും ഉണ്ട്. എല്ലാതും മൊത്തം ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ഇതാണ്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുക എന്ന രീതിയിൽ കണ്ട കൈ ചെയിന് കാര്യങ്ങളും ബാഗുകൾ ഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ സാധാ നാട്ടിലത്തെ ഡ്രസ്സിനെ നമുക്കൊരു 400 രൂപയ്ക്ക് കിട്ടുന്ന സാധനമൊക്കെ ഇവിടെ ഏകദേശം 1500 രൂപ 1600 രൂപ വരും. പിന്നെ നമുക്ക് പറയാം സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുവന്നു എന്ന് പറയാം എന്ന് മാത്രം. കണ്ടില്ല നിങ്ങൾ, മൊത്തം ഒരു റെഡിഷ് തീമാണ് എല്ലാം. ഇതൊക്കെ കീ ചെയിനാണ്, മണികൾ കീ ചെയിൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ചെറിയ പിള്ളേരുടെ ഡ്രസ്സുണ്ട്. ഇതൊക്കെ ശരിക്കും മറ്റേ ആടിൻ്റെ ഫെർ കൊണ്ട് ഉണ്ടാക്കിയ ഡ്രസ്സുകളാണ് ഇപ്പോൾ താഴെ കാണുന്ന ഡ്രസ്സുകളൊക്കെ. അതുകൊണ്ട് അതിൻ്റേതായ വിലകളും ഉണ്ടാവും എല്ലാത്തിനും. കണ്ട മേലെ കാണുന്നതും താഴെ കാണുന്നതും ഒക്കെ അവരുടെ ചെറിയ പിള്ളേരുടെ ഡ്രസ്സുകളാണ്. ഒക്കെ ലിമിറ്റഡ് വേർഷൻ മാത്രമാണുള്ളൂ. ടാഗെല്ലാം നോക്കുമ്പോൾ തന്നെ നല്ല റേറ്റ് ഉണ്ട്. മൊത്തത്തിലൂടെ പശു മിൽക്ക് അങ്ങനത്തെ കാര്യങ്ങളും ഗ്രീനറിയും പിന്നെ ടൈം അങ്ങനത്തെയൊക്കെയാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റേതായ പ്രൊഡക്റ്റുകളും അത് വെച്ചിട്ടുള്ള ടീഷർട്ട് എല്ലാം വെച്ചിട്ടുള്ളൊക്കെയാണ് ഇത്. മൊത്തത്തിൽ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് കാര്യങ്ങൾ ബെഡ് ലാമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഏറെക്കുറെ ഇതൊക്കെയാണ് ഈ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഉള്ളിലുള്ളത്. ആ ഷോപ്പിനോട് ചേർന്ന് തന്നെ പിന്നെ അടുത്തൊരു ലിക്വർ ഷോപ്പ് ഉണ്ട് ഡ്യൂട്ടി ഫ്രീയുടെ ഉള്ളിലും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെയും ലിക്വേഴ്സൊക്കെ ഒന്ന് കാണാം. സ്വിറ്റ്സർലാൻഡ് സ്പെഷ്യലും ഏതൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചൊന്ന് കാണാം. ഒരുവിധം ഇവിടെ കാണുന്ന എല്ലാ ബ്രാൻഡും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെയാണ്. പിന്നെ സ്വിറ്റ്സർലാൻഡ് മാത്രമായിട്ട് സ്വിസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതി കാണിക്കുന്ന ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത് മാത്രമായിരിക്കും ഇവിടെ മാത്രം അവൈലബിൾ ആയിരിക്കുന്നത്. ചിലപ്പോൾ അവർ എക്സ്പോർട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ബോട്ടിൽ കാര്യങ്ങൾ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. റെഡ് കളർ നീല കളറൊക്കെ നല്ല രസമൊക്കെ കാണാണ്ട്. അത്യാവശ്യം ഹോട്ട് വോഡ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ കളർ നല്ല രസമല്ലേ, റെഡിഷ് കളർ കാണുമ്പോൾ രസമല്ലേ, ഒരു ഹോസ്പിറ്റാലിറ്റി വിലയുണ്ട്. അങ്ങനെ എല്ലാ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലായിടത്തും. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ മറ്റൊരു കത്തി പോക്കറ്റ് കത്തി പോലത്തെ സെറ്റപ്പ് ഇല്ലേ, അതിൻ്റെ സാധനങ്ങൾ എല്ലായിടത്തും ഡിസ്പ്ലേ ഉണ്ട്. ഇത് എന്താണെന്ന് എനിക്കിതൊരു മനസ്സിലായിട്ട് സ്വിറ്റ്സർലാൻഡിൻ്റെ മെയിൻ സാധനം തോന്നുന്നു. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വൈനാണ്. പിന്നെ ഇത് ഗ്ലാസ്, ഇതിൻ്റെ അടിയിൽ മറ്റേ LED എല്ലാം കത്തിച്ച് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. മറ്റേ ഇവരുടെ മൗണ്ടെയിൻസ് ഇല്ലേ, ആ മൗണ്ടെയിൻസിൽ വെള്ളം ഒഴിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ്സുകൾ, വെറൈറ്റി കൺസെപ്റ്റുകൾ മൊത്തം ഇവിടെ മൊത്തം ചാമ്പ്യൻസ്.
പിന്നെ ഇവിടെയും സ്വിസ്സിൻ്റെ തന്നെ അവരുടേതായ ഫ്ലാഗിലെല്ലാം പൊതിഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഒരു മദ്യം വന്നാൽ എന്താവും അവസ്ഥ? ആകെ പ്രശ്നമാവില്ലേ? രാജ്യദ്രോഹ കുറ്റവും. ഇവിടെ ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കും ഇത് സപ്ലൈ ഉണ്ടാവുക, സ്വിറ്റ്സർലൻഡിൻ്റെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ഇത് പുറത്തേക്ക് കിടക്കാനുള്ള സമയമായി. ഇതാണ് അതിന് മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസിൽ ഇപ്പുറത്തെ സൈഡിൽ വൈൻ്റെ സെക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പിക്ചറൊക്കെ നല്ല രസത്തിൽ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. ഇപ്പുറത്തെ സൈഡിൽ ആൽക്കഹോളിൻ്റെയും ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, 2 സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് സൂരിച്ച് എയർപോർട്ട്. നമുക്ക് ഇവിടുന്ന് പോയി വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്, നമുക്ക് ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും. നിങ്ങൾ സ്കൈ എല്ലാം കണ്ട ഭയങ്കര ക്ലിയർ സ്കൈ എല്ലാം. ഇവിടെ തൊട്ടപ്പുറത്തെ ഫ്ലൈറ്റുകൾ വെള്ള ഫ്ലൈറ്റുകളൊക്കെ നിർത്തിയിട്ടില്ല, ഹൈറ്റ് കുറഞ്ഞു. ഇതൊക്കെ പ്രൈവറ്റ് ജെറ്റ്സ് ആണ്, ഒക്കെ അംബാനി ലൈഫുള്ള വലിയ വലിയ മുതലാളിമാരുടെ ഫ്ലൈറ്റുകളാണ്. അതൊക്കെ ഒരു റിച്ച് ലുക്ക് അല്ല. നമ്മുടെ താഴെയുള്ളത് ഇത് മറ്റേ വെനിസ്വേലയുടെ നാഷണൽ കാരിയറാ തോന്നുന്നു ഫ്ലൈറ്റ്. മൊത്തം മൗണ്ടെയ്ൻസും കാര്യങ്ങളും, അതിനിപ്പുറത്ത് മൊത്തം ഫ്ലൈറ്റുകൾ. ഇത് ഡൊമസ്റ്റിക് സൈഡാണ്, അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഫ്ലൈറ്റ് ഇവിടെ കാണില്ല. ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, അവിടെ ഒന്നും കൂടി ഫ്ലൈറ്റുകൾ കാണും. നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തെ വിഷ്വൽസൊക്കെ ഒന്ന് കാണാം. ഓരോരോ പ്രൈവറ്റ് ജെറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ നിങ്ങൾ? അവിടുന്ന് ആ നേരത്തെ കാണിച്ച സൈഡിൽ നിന്ന് മെല്ലെ അവർ ചെറിയ റൺവേ ഉണ്ട്, അതുകൂടെ ഫ്ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് പിന്നെ മെയിൻ റൺവേയിൽ കയറ്റിയിട്ട് അവർ ഫ്ലൈ ചെയ്യും. മൊത്തം അങ്ങനെ ഓരോരോ പ്രൈവറ്റ് ജെറ്റുകൾ വരുന്നുണ്ട്. ഒക്കെ ഓരോരുത്തർ ബിസിനസ് പർപ്പസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യണമായിരിക്കാം. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ട്, സ്വിറ്റ്സർലാൻഡിലെ കാക്ക. നമ്മുടെ നാട്ടിലത്തെ അതേ കാക്കയുടെ സ്ട്രക്ചർ തന്നെ. അപ്പോൾ യൂറോപ്പിലും കാക്കകളുണ്ട്. അപ്പോൾ സെയിം അതേ പാറ്റേണിൽ തന്നെ കാക്ക. അപ്പോൾ കണ്ടപ്പോൾ ഒരു യാദൃച്ഛികമായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഒന്ന് വിഷ്വൽസിലൊന്ന് എടുത്തതാണ്. അങ്ങനെ ഈ കാണുന്നതാണ് യൂറോവിങ്ങിൻ്റെ ഒരു ഫ്ലൈറ്റ്. ഇവിടെ മൊത്തം യൂറോവിങ് എയർലൈൻസ് ആണ്. മൊത്തം ഓരോ ഫ്ലൈറ്റുകൾ വന്നിട്ട് ഗേറ്റ് വേ എല്ലാം കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലത്തെ യൂറോവിങ്ങിലൊരു വേറെ തൊട്ടപ്പുറത്തൊരു ഫ്ലൈറ്റിലാണ് നമ്മൾ പോവുക. നമ്മുടെ ഗേറ്റാണ് ഇരിക്കുന്നത്. ഇതുവരെ ഫ്ലൈറ്റ് ഒന്നും വന്നിട്ടില്ല. അതിലാണ് നമ്മൾ ഇവിടുന്ന് ജർമ്മനിയിലെ ഹാംബർഗ് എന്ന് പറഞ്ഞ എയർപോർട്ടിലേക്ക് പോവുക. ഭയങ്കര സീനിക്കാണ് സ്വിറ്റ്സർലാൻഡ് എയർപോർട്ട്. മൊത്തത്തിൽ സ്വിറ്റ്സർലാൻഡ് എവിടെ നോക്കി കഴിഞ്ഞാലും നമുക്ക് ഫോട്ടോ എടുത്ത ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുന്ന ലെവലുള്ളതാണ് സ്വിറ്റ്സർലാൻഡ് മൊത്തത്തിലുള്ളത്. ഇതാണ് വേറൊരു ജെറ്റ് ഫ്ലൈറ്റ് വരുന്നു. അങ്ങനെ പല പല ഫ്ലൈറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വരുന്നു പോകുന്നു. ഭയങ്കര ബിസിയാണ് ഇവിടെ. ഈ സൈഡ് ഇൻ്റർനാഷണൽ കൂടിയിട്ടാണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. അപ്പുറത്തെ സൈഡിൽ അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. യൂറോവിങ്ങിൻ്റെ ഫ്ലൈറ്റുകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ബ്രിട്ടീഷ് എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ചെയ്യണു. എല്ലാം പാരലായിട്ടൂടെ ആക്ടിവിറ്റി നടന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ ഫ്ലൈറ്റാണോ? അല്ല. അപ്പോൾ ഇത് നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് അല്ല. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടിട്ട് നമുക്ക് പോകേണ്ട നമ്മുടെ സ്വന്തം ഫ്ലൈറ്റ് വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിങ്ങൾ കണ്ട അവിടുന്ന് ഗേറ്റ് എല്ലാം അവിടെ നിന്ന് എടുത്ത് വരുന്നത് കണ്ട കണക്ട് ചെയ്തിട്ട് ഈ ഫ്ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ ആക്ടിവിറ്റികൾ കാണാം. ഓരോരുത്തർ വന്നിട്ട് ഫ്ലൈറ്റിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ആക്ടിവിറ്റി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വന്നവർ കണ്ട ഒരു ഓറഞ്ച് ജാക്കറ്റ് ഒരു ഓവർകോട്ട് ഇട്ടിട്ടുള്ളവർ, അവർക്ക് 2 പേര് ഇപ്പോൾ ഉണ്ട്. പിന്നെ ഓരോ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ വിഷ്വൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫ്യൂവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഇതൊക്കെ നമുക്ക് ഈ കോക്പിറ്റും, അതായത് നമ്മളെ ഈ പൈലറ്റിനും ഇവിടുത്തെ ആൾക്കാർക്കും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെയാണ് ഈ കേബിൾ വലിച്ചവരെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി ഇവർക്ക് സംസാരിക്കാൻ പറ്റും. അതിപ്പോൾ ഈ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. കാരണം എൻ്റെ ഉള്ളിൽ മൊത്തം ക്ലോസ് ആണല്ലോ. അപ്പോൾ ഇതിലവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഗേറ്റ് വരെ വന്നിട്ടാണ് ബാലൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഗേറ്റ്, അതായത് ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജൊക്കെ അറ്റാച്ച് ചെയ്യണമൊക്കെ ഈ പൈലറ്റിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ട് വേണം ചെയ്യാൻ എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇവരെ ഓരോന്ന് കണ്ടത് മൂവ് ചെയ്യണ കണ്ട ഓറഞ്ച് അബ്രോട്ടവർ അത് ഇങ്ങനെ മൂവ് ചെയ്യാണ്.
അപ്പോൾ നമ്മൾ അപ്പം തന്നെ കീപ്പ് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഫ്ലൈറ്റിന് ജാക്കി വെക്കണം, കണ്ടാവാൻ പോയിട്ട് ഒരു മുട്ടിയിലെടുത്തിട്ട് ടയറിൻ്റെ അവിടെ അതും ഒരു തൊഴിലാണ്. ഫ്ലൈറ്റിന് കട്ട വയ്ക്കുക ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. തമ്പുരാനറിയാതിന് ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇത് മൂവ് ചെയ്തിട്ട് ഇതിൽ വന്ന് ടച്ച് ചെയ്യും. ഇതും നല്ല റിസ്ക് എടുത്ത ജോബാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും പെട്ടെന്നൊന്ന് മൂവ് ചെയ്തിട്ട് നല്ല ഫോഴ്സിൽ ഇടിച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ബോഡി ഇങ്ങനെ ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 കൊല്ലത്തെ ശമ്പളം മൊത്തം പോകുന്നുണ്ട്. 2 കൊല്ലത്തെ ശമ്പളത്തിന് മൊത്തം നിൽക്കുമ്പോൾ തമ്പുരാനറിയാം. അങ്ങനെ ഭയങ്കര ശ്രദ്ധയോടുകൂടി പതുക്കെയാണ് ശരിക്കും ആ ഫ്ലൈറ്റിൻ്റെ ഡോറിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടേക്കായിട്ട് തന്നെ അവൻ കൊണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ അവർ ഈ ഗേറ്റ് അറ്റാച്ച് ചെയ്തു എന്നുള്ളതൊക്കെ ആയിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടുന്ന് ഹെഡ്ഫോണെല്ലാം വെച്ചിട്ട് മേലേക്ക് സംസാരിക്കുന്നുണ്ടാവുക, ഐ ഹോപ്പ്. അങ്ങനെ ഓരോരുത്തർക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ട് അവർ ഡോർ ഓപ്പൺ ചെയ്തു. പിന്നെ ഈ കാണുന്നതാണ് പൈലറ്റ്. നമുക്ക് ഇത്രയ്ക്ക് സൂം ചെയ്ത ക്ലാരിറ്റി ഇത്രയെല്ലാം കിട്ടുന്നുള്ളൂ. ഇനി അവർ ഇറങ്ങും. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങി ഗേറ്റിൽ കൂടെ. നിങ്ങൾക്ക് കാണുമ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഓരോരുത്തർ പതുക്കെ ഇറങ്ങി പോകുന്നത് കണ്ടോ. ഈ ഫ്ലൈറ്റിൽ തന്നെ ഇപ്പം തന്നെ ഈ പൈലറ്റെല്ലാം മാറിയിട്ട് വേറെ പൈലറ്റ് കയറിയിട്ടായിരിക്കും നമ്മൾ ഇവിടെ നിർത്തിട്ട് ജർമ്മനി പോവുക. ഇതൊക്കെ ഉണ്ട്, അവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മൊത്തം ജോലിയാണ്. പൊതുവേ യൂറോപ്പ് മൊത്തത്തിൽ ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്നത് കേട്ടോ. ആരും അത്ര സ്ട്രെസ്ഫുള്ളായിട്ട് ജോലി ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ നമ്മുടെ ഏഷ്യൻ സൈഡിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോലി എല്ലാവർക്കും. ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ വിങ്ങിൻ്റെ താഴെയായിട്ടൊരു ലോറി കിടക്കുന്നു. അപ്പോൾ ഈ ലോറിയിൽ നിന്നാണ് ഫ്യൂലിങ് വരിക. അപ്പോൾ നമുക്ക് ഒരു ഫ്ലൈറ്റിന് വേണ്ടത് ഇങ്ങനൊരു ലോറിയിൽ അല്ലെങ്കിൽ ഒരു ട്രക്കിൽ വന്നിട്ട് അവർ മൊത്തം ഒരു മോട്ടർ വെച്ചിട്ട് ഇതടിച്ച് കയറ്റുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ എവിടെയാണ് ഫ്ലൈറ്റിന് നമ്മൾ ഫ്യൂൽ അടിക്കാമെന്ന്. നമുക്ക് കാറിനാകുമ്പോൾ നമുക്കറിയാം സൈഡിലാണ്, അതുപോലെ ബൈക്കിനാകുമ്പോൾ നമുക്ക് ടാങ്കി ഫ്രണ്ടിലുണ്ടാവും. ഇതിൻ്റെ എവിടെയാണെന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടോളൂ കേട്ടോ, എങ്ങനെയാണ് ഇവർ ഫ്ലൈറ്റിൽ ഫ്യൂൽ അടിക്കുന്നത് എന്നുള്ളതെല്ലാം. കണ്ട ഇവിടെയെല്ലാം വേറെ ഫ്ലൈറ്റെല്ലാം പറന്ന് മേലേക്ക് പോകുന്നുണ്ട്, ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് വേറെ വണ്ടി വരുന്നു. ഇത് മൊത്തം ഈ കാർഗോ കാര്യങ്ങളില്ല, അതായത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ ലഗേജ് കാര്യങ്ങൾ നമുക്ക് പോവാനുള്ളവരുടെ കയറ്റാനും അതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇറക്കുന്നു. കാര്യങ്ങളൊക്കെ പാരലായിട്ട് എല്ലാ ആക്ടിവിറ്റികളും നടന്നുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ ഫ്യൂവലിങ് നോക്കിയിരിക്കുമ്പോൾ അടുത്തൊരു വണ്ടി വന്നു. നമുക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള കാർഗോകൾ മൊത്തം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ വന്നിട്ട് പതുക്കെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഡോറെല്ലാം തുറന്നു, ഡെക്കെല്ലാം തുറന്നു. അതായത് ഹൈറ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലൈറ്റിനോട് അടുപ്പിച്ച് വെക്കുകയാണ്. അതുകൊണ്ട് പതുക്കെ ഇപ്പോൾ അതിൽ വന്ന പാസഞ്ചേഴ്സിൻ്റെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഫ്യൂവൽ അടിക്കേണ്ട രാജാവ് തുറന്ന് പതുക്കെ കാര്യങ്ങൾ ചെയ്യണുള്ളൂ. ഇവിടെയൊക്കെ ഭയങ്കര സ്പീഡാണ്. ആശാൻ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്ക് കാർഗോ മൊത്തം ഇറങ്ങുന്നൊക്കെ തോന്നുന്നത്. പിന്നെ അവർ വണ്ടിക്ക് ലോക്ക് വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. പതുക്കെ വിങ്ങിൽ കണ്ട ഒരു തുറക്കുന്നത് കണ്ട ഒരു അടപ്പ് പോലെ അടപ്പ് തുറന്നു. ഇനി നമ്മൾ ഈ ഒരു വിങ്ങിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഫ്യൂവലിങ് അടിക്കാൻ പോകുന്നത്. കുറച്ച് റിസ്ക് പിടിച്ച പണി തന്നെയാണ് ശരിക്കും, കറക്റ്റായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും കണ്ടോ. ഇത് പമ്പിൻ്റെ ആ ഒരു സാധനം ഇവിടെ അറ്റാച്ച് ചെയ്തു, ടൈറ്റെല്ലാം ചെയ്യേണ്ട ആശാൻ. പതുക്കെ കഴിഞ്ഞ് എല്ലാം അത് ഫ്യൂവലിങ് എല്ലാം കയറി തുടങ്ങും. അതിൻ്റെ മോട്ടറും സ്വിച്ചും കാര്യങ്ങളൊക്കെ താഴെയായിരിക്കും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഫ്യൂവലിങ്ങും ഏകദേശം കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, കാരണം അത്ര പ്രഷറൊന്നും അടിച്ചായിട്ടില്ലല്ലോ, പതുക്കെ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്യൂവലിങ് വരുന്നത് ഫ്ലൈറ്റിൻ്റെ 2 വിങ്ങിൻ്റെ സൈഡിലേക്കായിട്ടാണ് വരിക. അപ്പോൾ ഇത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് വെയിറ്റ് കുറയും. ലാസ്റ്റ് നമ്മൾ ലാൻഡിങ് ഒക്കെ ആകുമ്പോഴേക്കും വെയിറ്റ് കുറവായിരിക്കും. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിങ്ങിൽ മൊത്തം ഫ്യൂവലായിരിക്കും. നമ്മളെ ഓരോ സാധനങ്ങൾ ഇറങ്ങുന്നത് കണ്ടോ നിങ്ങൾ, വെയിറ്റ് വീൽ ചെയർ, പിന്നെ പിള്ളേരെ കൊണ്ടുപോകുന്ന സാധനം, അതൊക്കെ ഓരോന്നായിട്ട് ഇറങ്ങിയിട്ട് ഇത് മൊത്തം ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ തന്നെ ഇനി ബോർഡിങ് കയറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിലാണ് ഇനി പറഞ്ഞ പോലെ നമ്മളിനി ഹാംബർഗ് ജർമ്മനിയിലേക്ക് പോകുന്നത്.
അങ്ങനെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തപ്പോൾ എല്ലാവരെയും ബോർഡിംഗ് എല്ലാം തുടങ്ങി. നമ്മുടെ സോൺ വൈസ്, അതായത് ഓരോ സീറ്റ് നമ്പർ വെച്ചിട്ട് വിളിച്ചു. അപ്പോൾ നമ്മളങ്ങനെ പോയി. അപ്പോൾ ഗേറ്റിനുള്ളിൽ വലിയ കുത്തി തിരക്കൊന്നുമില്ല, ആർക്കും വലിയ തിരക്കൊന്നുമില്ല. എല്ലാവരും വിട്ടിട്ടൊക്കെ തന്നെ നിൽക്കണം, ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ്, ആരും തിരക്കുള്ളവരില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇനി നമ്മുടെ ഈ ഫ്ലൈറ്റിൽ, അതായത് യൂറോവിങ്ങിൻ്റെ ഫ്ലൈറ്റിൽ നമ്മൾ ഇവിടെ നിന്ന് ഹാംബർഗിലേക്ക് പോവാണ്, ജർമ്മനിക്ക് പോവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഞാൻ നോർമലി ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് സെൻട്രത്തെ സീറ്റായിരുന്നു. നോക്കുമ്പോൾ എന്തോ എൻ്റെ ഭാഗ്യവശാൽ സൈഡത്തെ വിൻഡോ സീറ്റിൻ്റെ അവിടെ ആരും വന്നില്ല. അപ്പോൾ എനിക്ക് അവിടേക്ക് മൂവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നല്ല വിഷ്വൽസും എനിക്ക് എടുക്കാൻ പറ്റി. മൊത്തത്തിലും എല്ലാ യൂറോപ്യൻ കൺട്രീസ് പോലെ തന്നെ, മുന്നേയും പറഞ്ഞ പോലെ തന്നെ മൊത്തം ഗ്രീനറിയാണ്. അങ്ങനെ സൈഡിലൊക്കെ വരുന്ന ഗ്രീനറിയൊക്കെ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലാൻഡിനോട് വിട പറഞ്ഞിട്ട് നമ്മളെ ജർമ്മനിയിലേക്ക് പോവുകയാണ്. മൊത്തത്തിൽ കൃഷി ഏരിയ കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് വിഷ്വൽസ് കാണാൻ മനസ്സിലാവും. മൊത്തം ഫാമിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി ജർമ്മനിയുടെ വിശേഷങ്ങൾ കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.